ഈ പരിപാടിയുടെ സമാപന പ്രസംഗം പ്രമുഖ പ്രസംഗകനും വാഗ്മിയുമായ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരും. ബഹുമാനപ്പെട്ട സമദ് സാഹിബിന്റെ പ്രൗഢമായ പ്രസംഗത്തിന് ശേഷം സമാപന പ്രസംഗം നിർവഹിക്കുന്നതിന് അദ്ദേഹം എത്തിച്ചേരും. അതിനുശേഷമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് സന്ദർഭികമായി അറിയിക്കുകയാണ്. ഈ പ്രൗഢമായ സദസ്സിനെ അഭിസംബോധനയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സമദ് സാഹിബിനെ ജിദായ സദസ്സിന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. സ്നേഹാദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കർമ്മധീരനായ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ ബാപ്പു മുസ്ലിയാർ, ഈ വേദിയിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും പ്രത്യേകിച്ച് ജിദ്ദ സുന്നി യുവജന സംഘത്തിന്റെയും SKSSFന്റെയും ഒക്കെ കർമ്മോത്സുകരായ പണ്ഡിത നേതാക്കൾ, ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞ് സമയദൈർഘ്യം ഉണ്ടാക്കുന്നില്ല. ഇനിയും നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ SKSSFന്റെ നേതാക്കളും സമസ്തയുടെ ഏറ്റവും താഴെ ഘടകമായ സുന്നി ബാലവേദിയുടെ സംസ്ഥാന നായകനായ ബഹുമാനപ്പെട്ട ഷംസാദ് അടക്കം, അതുപോലെ റഫീഖ് തുടങ്ങിയ പ്രഗത്ഭരായ എല്ലാ നേതാക്കളും നമ്മുടെ വേദിയിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാനുണ്ട്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ കുറിച്ചും അതിന്റെ രൂപീകരണ പശ്ചാത്തലത്തെക്കുറിച്ചും ആശയ ആദർശങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ വിവിധ പ്രദേശങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടൊപ്പം നിങ്ങളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ സംഘടനാപരമായ ചലനങ്ങൾ പങ്കുവെക്കുന്ന ഇത്തരം ഒരു വേദി സംഘടിപ്പിക്കുമ്പോൾ എന്റേതായ ഒരു കടമ കൂടി നിർവഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അള്ളാഹു ഇതൊരു പുണ്യപ്രവർത്തനമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് പരിപാടി സംഘടിപ്പിച്ച ജിദ്ദയിലെ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകരെ, അബൂബക്കർ ദാരിമി അടക്കമുള്ള നേതാക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന വിധം ബിഫോർ ടൈമിനാണ് നമ്മുടെ ഈ പരിപാടി ആരംഭിച്ചത്. ഇപ്പോഴും വൈകിട്ടാ തുടങ്ങാറുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചതിനാൽ എത്രയോ നേരത്തെ നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിന്റെ ഒരു നാന്ദി കൂടിയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 85ാം വാർഷികം നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രാസ്ഥാനികമായ ഒരു പ്രചരണവും പ്രവർത്തനങ്ങളുമൊക്കെ എല്ലാ മേഖലകളിലും ഊർജിതമായി നടക്കുന്നതിന്റെ ഭാഗമായി ജിദ്ദയിലെ സുന്നി യുവജന സംഘത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സംഘടനാ നേതാക്കളെ ഒന്നിച്ചിരുത്തുവാൻ സ്വീകരണം എന്ന പേരിൽ ഒരു വേദി ഒരുക്കുമ്പോൾ നമ്മുടെ പ്രാസ്ഥാനിക ചലനങ്ങളെ ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കുക എന്നതാണ് ഇതിന്റെയൊക്കെ തത്വാംശം എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് നൽകിയ പ്രൗഢമായ സംഭാവനകളെ കുറിച്ചായിരുന്നു നേരത്തെ ഇവിടെ നടന്ന പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടത്. വേള ഗാനേശുമാരി നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തെക്കാൾ അല്പമെങ്കിലും മുസ്ലിങ്ങൾ കൂടുതൽ ആസാം പുറകിലാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ. എന്നിട്ട് പോലും കേരളീയ മുസ്ലിങ്ങൾ ഇത്ര ഭദ്രതയോടുകൂടി നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷ മേഖല ജീവിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ പൂർവികരായ നേതാക്കൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഒരു കെട്ടുറപ്പിന്റെ ഫലമാണ്. ആ കെട്ടുറപ്പിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ മതബോധവും അതിൽ ഉത്ഭൂത അംഗബോധവുമാണ്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. സംഘബോധത്തോടൊപ്പമുള്ള മതബോധം അല്ലെങ്കിൽ മതബോധത്തോടൊപ്പമുള്ള സംഘബോധം. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ എന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിക്കൊടുത്താൽ ആ രീതിയിൽ സംഘടിക്കാനുള്ള ഒരു ബോധം ദൗർഭാഗ്യവശാൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായില്ല. ആരാധനാ കർമ്മങ്ങൾ പോലും ഭംഗിയായി നിർവഹിക്കാൻ അവർക്ക് സാധിച്ചില്ലെന്നർത്ഥം. ഈയിടെ തന്നെ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് നോർത്ത് ഇന്ത്യയിലെ ഒരു അവസ്ഥ സൂചിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരു ടൈൽസിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ, കണ്ണൂർ ജില്ലക്കാരൻ, നമ്മുടെ പ്രാസ്ഥാനിക പ്രവർത്തകൻ. അദ്ദേഹം ഒരു വലിയ ഹോൾസെയിൽ
സ്ഥാപനം ആരംഭിച്ച് അതിനുവേണ്ടി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഗുജറാത്തിലെ ഒരു കമ്പനിയുമായി ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ പോയി തിരിച്ചു വന്ന് കമ്പനിയൊക്കെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് കട ആരംഭിക്കുന്നതിന് മുമ്പ് പാണക്കാട്ട് വന്ന് തങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി മലപ്പുറത്ത് വന്നപ്പോൾ ഞാനുമായി കണ്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം ഒരാഴ്ചക്കാലം ഗുജറാത്തിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനും കോണ്ടാക്ട് ഉണ്ടാക്കുന്നതിനും വേണ്ടി നിന്ന ആ കാലത്തെ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു വെള്ളിയാഴ്ച ഞാൻ ജുമഴക്ക് പോകുമ്പോൾ ഈ കടയിലെ ഞാൻ സാധനങ്ങൾ ഏത് കമ്പനിയിൽ നിന്നാണ് എടുക്കുന്ന ആ കമ്പനിയിൽ ഒരു സുഹൃത്തിന്റെ കൂടെ ജുമഴക്ക് വന്നു. രണ്ടുപേരും നമസ്കരിച്ചു. അവന്റെ നമസ്കാരത്തിന്റെ കോലം കണ്ടപ്പോ പലപ്പോഴും നമ്മൾ ഉത്തരേന്ത്യക്കാര് ഇസ്ലാമികമായ ബോധത്തിൽ വളരെ പിറകിലാണ് എന്ന് പറയാറുള്ളത് ശരിക്കും എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അവനോട് വെറുതെ തിരിച്ചു പോരുമ്പോ ചോദിച്ചു, നീ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയോ? അവൻ പറഞ്ഞു, ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല. എന്താ നീ ഫാത്തിഹ ഓതാത്ത? എനിക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല. അപ്പൊ അവനോട് ഇദ്ദേഹം ചോദിച്ചു, നീ ഫാത്തിഹ ഓതാതെ പിന്നെ പകരം എന്താ ചെയ്ത്? ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന നിസ്കാരത്തിൽ മുഴുവൻ ഓതി, അതിലപ്പുറമൊന്നുമില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു അത്രേ അവനോട്, നീ എന്തുകൊണ്ട് ഫാത്തിഹ ഓതാൻ നിസ്കരിക്കാൻ വരുന്നു? ഫാത്തിഹ ഓതാൻ നിസ്കാരം ശരിയാവോ? അങ്ങനെ അവന്റെ ലളിതമായ മറുപടി, വളരെ ലളിതമായ മറുപടി, ഇമാം സാബുക്കോ ഫാത്തിഹ അച്ചിത്ര മാലൂം എന്ന. ഇമാമിന് ശരിക്കും ഫാത്തിഹയിലല്ലോ, പിന്നെന്താ പ്രശ്നം? ഇമാമിന് നന്നായി ഫാത്തിഹ ഓതാൻ അറിയാം, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന ഒരു ലഘൂകരണ മനസ്സ്, ആ ഒരു മനസ്സ് കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ഇല്ല എന്നത് ഒരു സത്യമല്ലേ? ആ ഒരു അവസ്ഥയിൽ നിന്നും കേരള മുസ്ലിമീങ്ങളെ ശരിക്ക് ബോധവൽക്കരിച്ചതിൽ മതസംഘടനകൾക്ക് പങ്കുണ്ടെങ്കിൽ കേരളത്തിലെ വ്യാപകമായ മതപ്രബോധന പ്രവർത്തന വേദിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വഹിച്ച പങ്ക് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിലെ അനുഭവിച്ചു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ സമത്വ ശരിക്കും കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ഒരു ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു കണ്ണീശമില്ലാത്ത വിധം കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ നമ്മുടെ പൂർവികർ അനുധാവനം ചെയ്തിരുന്ന ഒരു ഇസ്ലാമിക രീതിയും ആ രീതി അവലംബിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ശരിക്കും ഇസ്ലാമിനെ മുറുകപ്പെടുന്ന മുൻവരുമ്പോൾ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹു സംഘവും കേരളത്തിൽ പ്രചരിപ്പിച്ച ഒരു പരിശുദ്ധം, അത് അക്കാദമിക മേഖലയിൽ മഖ്ദൂമുമാർ ഏറ്റെടുത്തുകൊണ്ട് പ്രബോധനം നിർവഹിച്ച ഒരു ദീൻ, അവര് പഠിപ്പിച്ച പണ്ഡിതന്മാർ കേരളത്തിന്റെ പല ഭാഗത്ത് കടന്നു ചെന്നുകൊണ്ട് പള്ളികളിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പകർന്നു കൊടുത്ത ഒരു ഇസ്ലാമിക ചൈതന്യം, അതനുസരിച്ചുള്ള ഒരു വ്യവസ്ഥാപിത ദീനീ പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ അൽഹംദുലില്ലാഹ് നടന്നത്. സയ്യിദന്മാരെ ബഹുമാനിച്ച് ആദരിക്കേണ്ടവരെ ആദരിക്കുന്ന ഒരു സ്വഭാവം കേരളീയ മുസ്ലിങ്ങൾക്കുണ്ടായി. അതിനിടക്കാണ് നമ്മുടെ രാജ്യത്ത് 921 ചില്ലറ ഭിന്നിപ്പുകൾ വരുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ടായ ചില ചലനത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ മുസ്ലിമീങ്ങളിൽ ചില പുതിയ ചിന്തകൾ കടന്നു വരുന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇന്ത്യൻ മജ്‌ലിസിലുള്ള ഭാഗം കേരള രംഗത്ത് വന്നപ്പോ അന്നുള്ള കേരളീയ പണ്ഡിതന്മാർ അതിന്റെ ആവശ്യമില്ല കേരളീയ മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒറ്റപ്പാലത്ത് വെച്ച് അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുകയും പിന്നീട് നാമാവശേഷമാവുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. പിന്നീടാണ് കേരളത്തിൽ ഐക്യസംഘവും അതുപോലെ തന്നെ നിഷ്പക്ഷ സംഘം എന്ന പേരിൽ രംഗത്ത് വന്ന് പിന്നീട് ഐക്യസംഘം രംഗത്ത് വന്ന് നമ്മുടെ പരമ്പരാഗതമായ ആചാര അനുഷ്ഠാന ക്രമങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണ പ്രവർത്തനങ്ങളും ആധുനിക രീതിയിൽ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ നമ്മുടെ പഴയകാല രീതികളെയൊക്കെ അപ്രസക്തമാക്കുന്ന ചില പ്രവർത്തനങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചു. സത്യത്തിൽ അത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൽ ഒരു വൈകല്യം ഉണ്ടാക്കുന്ന പ്രബോധനമായിരുന്നു. ഞാനതിന്റെ തർക്കത്തിലേക്കോ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. ഇപ്പൊ നമ്മൾ ആദിനത്തിനെ ധരിക്കുകയും മഹത്വവൽക്കരിക്കപ്പെട്ട വസ്തുക്കളെ മഹത്വത്തോടെ കാണുകയും ചെയ്യൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ നമ്മൾ തൗഹീദിന്റെ മന്ത്രമാസ്മര ധ്വനികളുമായി ഏകദൈവ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമായിട്ടാണ് പരിശുദ്ധമായ കഅബാലയത്തിങ്കൽ വന്ന് ഏകനായ അള്ളാഹുവിനെ മനസ്സിൽ വളരെയധികം ഗൗരവത്തോടുകൂടി അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തവാഫ് ചെയ്തുകൊണ്ട് മനുഷ്യൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും ഉംറ കർമ്മവും അനുബന്ധ കാര്യങ്ങളും നിർവഹിക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പുണ്യപ്പെട്ട പ്രവർത്തനം തവാഫാണ്. അതിന്റെ അനുബന്ധമായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കരിക്കുക എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത് എന്താണ്? കേവലം ഒരു കല്ലാണ്. എന്താണ് ആ കല്ലിന്റെ ഒരു സദ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ പണിയുമ്പോൾ അതിന്മേൽ കയറി നിന്നു എന്ന ഒരു പ്രത്യേകത. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപാദം അതിൽ പതിഞ്ഞ അടയാളം
അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് ഒരു ദർശനമായി അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കല്ലിൽ അങ്ങനെ ഒരു കാല് പതിഞ്ഞു കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹു ലോകത്തിന് വേണ്ടി നിലനിർത്തി കൊടുത്ത ഒരു ഉദാഹരണമാണ്. ആ കല്ലിന്റെ പിറകിൽ നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സ്വാഭാവികമായും നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ച പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന ബാലപാഠം അനുസരിച്ചുകൊണ്ട് ആദരിക്കേണ്ടവരെ ആദരിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ 921 നടന്ന പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മിൽ ഒരാൾ ഒരുപക്ഷെ ചിന്തിച്ചാൽ, അള്ളാഹുവിനെ സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ മുമ്പിൽ എന്തിനാ ഇബ്രാഹിം നബിയുടെ ഒരു കാൽപാദം പതിഞ്ഞ കല്ല്? അതിനാവശ്യമില്ലല്ലോ. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ പരിശുദ്ധ ഹറമിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ പുണ്യപ്പെട്ട സ്ഥലത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ച സുജൂദ് കർമ്മം നിർവഹിക്കുമ്പോൾ എന്തിനാണ് ഇബ്രാഹിം നബിയുടെ ഒരു കാലും കല്ലും? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം ആദരിക്കേണ്ടതിനെ ആദരിക്കുക കൂടി വേണം. ആരാധന അള്ളാഹുവിനും ആദരവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോരാ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും കൂടി വേണം. അള്ളാഹുവിന്റെ തൃപ്തി നേടണം. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി അംഗീകരിക്കണം. അപ്പോഴേ തൗഹീദ് പൂർണ്ണമാവും. ഏകദൈവ വിശ്വാസം മാത്രം മനസ്സിൽ സങ്കല്പിച്ചാൽ പോരാ. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനുമുള്ള ഒരു വിശാല മനസ്സുകൂടി നമ്മൾ പ്രകടമാക്കണം. അതങ്ങനെയാണ്. കാരണം നന്മ നിറഞ്ഞതിന് പ്രത്യേകതയാണ്. പരിശുദ്ധ ഹറമിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രാർത്ഥനകളാണ് പ്രധാനമായി നിർവഹിക്കുന്ന കർമ്മങ്ങൾ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പരിശുദ്ധ ഹറമിൽ. ഹജ്ജുമായി ബന്ധപ്പെട്ട് കർമ്മബന്ധിയും അതുപോലെ തന്നെ സ്ഥലബന്ധിയുമായ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ. ഉദാഹരണം തവാഫ്, അത് ആ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. മുൽത്തസം, ഇതൊക്കെ ശരിക്കും സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സ്ഥലവും കർമ്മവുമായി ബന്ധപ്പെട്ട് ദുആകൾക്ക് ഉത്തരം കിട്ടുന്ന 15ഓളം സ്ഥലങ്ങൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമ്മളിവിടെ കാണുന്നു, പഠിക്കുന്നു. ആ 15ഓളം സ്ഥലങ്ങളിൽ 14 ഹറമിനകത്താണ്, 1 ഹറമിന് പുറത്താണ്. അതാണ് അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നല്ലവരായ മനുഷ്യർ ഒന്നിച്ചു കൂടുന്ന ഒരു സഭയിൽ വെച്ച് നടക്കുന്ന പ്രാർത്ഥന, സ്വാലിഹീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് നടത്തുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ കുറെ നല്ല മനുഷ്യർ കൂടുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ മറ്റൊരാൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം എങ്ങനെ നമുക്ക് കിട്ടും? പ്രവാചകർ തന്നെ പറഞ്ഞു, നല്ലവന്റെ പ്രാർത്ഥന കൊണ്ട് മറ്റുള്ളവർക്ക് പോലും, അതായത് മുഹ്സിനിന്റെ പ്രാർത്ഥന കൊണ്ട് മുസീഖിന് പോലും അവിടെ ഉത്തരം കൊടുക്കുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നല്ലവന്റെ പ്രാർത്ഥന കൊണ്ട് മോശപ്പെട്ടവന് ഉത്തരം കിട്ടുമെന്നാണ് ദീൻ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഒരാളെ നമ്മൾ ചെന്ന് തുടർന്നാൽ സാധാരണഗതിയും തെറ്റിച്ചു ഓതുകയോ ഹർഫ് തെറ്റുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പഠിച്ചവരാ നമ്മൾ. പക്ഷേ സുജൂദിൽ പോയ ഇമാമിന്റെ പിറകിൽ നമ്മൾ സുജൂദ് ചെയ്യാൻ, റുക്കൂയിൽ പോയ ഇമാമിന്റെ പിറകിൽ നമ്മൾ റുക്കൂ ചെയ്യുമ്പോൾ റുക്കൂയിൽ ഇമാമിനെ കിട്ടിയാൽ മതി, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതണ്ട, ഇമാം ഓതിയ ഫാത്തിഹ നമ്മിലേക്ക് വരവ് വെച്ചു. അപ്പൊ ഒരാൾ ചെയ്ത് എങ്ങനെ നമുക്ക് കിട്ടിയത്? അതെങ്ങനെ നമുക്ക് കിട്ടി? ഈ മഹത്വം അഥവാ കൂട്ടായ്മയുടെ പ്രത്യേകതയും ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യവും അതിലപ്പുറം ഒന്നും സമത്വം ചെയ്തിട്ടില്ല. അന്ധവിശ്വാസവും സമത്വം പ്രോത്സാഹിപ്പിക്കില്ല. ഒരു ധാരണയും നമുക്കുണ്ടാകാൻ പാടില്ല. മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിന്നിരുന്നു, ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാടുകളിലൊക്കെ പണ്ടും ഇന്നും ഉണ്ടല്ലോ. അതിനൊന്നും സമത്വ ഉത്തരവാദിയല്ല. സമത്വ കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ 5 ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. 5 ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അതിലൊന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചരണം, നമ്മുടെ ആദർശത്തിന്റെ ശരി. അതൊരു പുതിയ ആദർശമല്ല, അതൊരു പുതിയ ചിന്താഗതിയല്ല. ദീനിന്റെ നേരായ പാത, മാനിക്കേണ്ടവരെ മാനിക്കുക, ആദരിക്കേണ്ടവരെ ആദരിക്കുക, അത്രയേ ഉള്ളത്. അതൊരു പുതിയ സിദ്ധാന്തമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിന് എന്ത് പകർന്നു കൊടുത്തു? അതേ ഉള്ളൂ ആ കാര്യം.